ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ J1 ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരഞ്ജൻ എസ്. റെപ്യൂട്ടഡ് NGO ആയിട്ടുള്ള PM ഫൗണ്ടേഷൻ്റെ അക്കാഡമിക് എക്സലൻസ് അവാർഡ്സിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങി ജസ്റ്റിസ് ഫാത്തിമ ബീവി അവാർഡ് വാങ്ങി അതിൻ്റെ 25,000 ക്യാഷ് പ്രൈസ് വാങ്ങിയ സ്റ്റുഡൻ്റാണ് നിരഞ്ജൻ എസ്. PM ഫൗണ്ടേഷൻ എല്ലാ വർഷവും നടത്തുന്ന PM ഫൗണ്ടേഷൻ്റെ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിലാണ് നിരഞ്ജൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടുള്ളത്. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ J1 ബാച്ചിലെ വിദ്യാർത്ഥിയാണ് നിരഞ്ജൻ. ആ എക്സാമിനെ പറ്റിയും യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിരഞ്ജൻ്റെ എക്സ്പീരിയൻസും നമുക്കിന്ന് നിരഞ്ജൻ നമ്മളോട് ഷെയർ ചെയ്യുന്നതാണ്. നിരഞ്ജൻ എങ്ങനെയാണ് ഈ PM ഫൗണ്ടേഷൻ്റെ ടാലൻറ്റ് സെർച്ച് എക്സാമിലേക്ക് എത്തിയത്? ഞാനത് ന്യൂസ് പേപ്പറിൽ അതിനെ പറ്റിയുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. അതിന് ഇതാക്കിയിട്ട് ഞാനത് അതിനെപ്പറ്റി സെർച്ച് ചെയ്തും അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. പിന്നീട് അതിൽ അപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്തത്? ഓൺലൈനായി അപ്ലൈ ചെയ്തു. പിന്നീട് അവർ എവിടെയാണ് നടക്കുന്നത് അതിനെ പറ്റി ഡേറ്റ്. എക്സാം എവിടെ വെച്ചിട്ടാണ് എഴുതിയത്? കോഴിക്കോട് സെന്റർ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് എഴുതിയത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു PM ഫൗണ്ടേഷന്റെ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ? സിമ്പിൾ ആയിരുന്നു. ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ആവറേജ് എന്ന് പറയുമ്പോൾ എത്ര സമയം? 10th ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. 10th ടോപ്പിക്സിൽ സയൻസും അതുപോലെ സോഷ്യൽ സ്റ്റഡീസ് അതുപോലെ GK പിന്നെ എല്ലാതും വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൽ എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ട് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2 hours ആയിരുന്നു ടൈം. നെഗറ്റീവ് മാർക്കിംഗ് എക്സാം ആയിരുന്നു. നെഗറ്റീവ് മാർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട്, അതായത് കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതിയ സമയത്ത് വിചാരിച്ചിരുന്നോ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്? തീരെ പ്രതീക്ഷയില്ല. ഓക്കെ, എത്ര മാർക്ക് അതിന്റെ റിസൾട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പബ്ലിഷ് ചെയ്തിരുന്നോ? എത്ര മാർക്ക്? 101 മാർക്ക് 120. ഓക്കെ, അതായത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നും. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ ഫുൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് മുന്നേ ഉണ്ടോ? ഞാൻ 10th ഇതുപോലെ കുറെ സ്കോളർഷിപ്പ് എക്സാംസ് അതുപോലെ മറ്റു ഓർഗനൈസേഷൻസ് നടത്തുന്ന എക്സാംസ് ഒക്കെ എഴുതിയിരുന്നു. ഓക്കെ, അതിലൊക്കെ ഇതേപോലെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ വന്നിട്ടുണ്ട്? ഫസ്റ്റ് പ്രൈസ് ആദ്യമായിട്ടാണ്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എഴുതിയുള്ള പ്രാക്ടീസ് മുന്നേ ഉണ്ട്? പ്രാക്ടീസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതി. ഇവിടെ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ട്. അപ്പോൾ ഈ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നടക്കുന്നത് ഇപ്പോൾ എത്ര ആയി എക്സാം കഴിഞ്ഞിട്ട്? ആക്ച്വലി ഒരുപാട് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. അതല്ല ഞാൻ ചോദിക്കുന്നത്, PM ഫൗണ്ടേഷന്റെ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ എത്ര സമയമായി കഴിഞ്ഞിട്ട്? ഒരു 2 to 3 months 3 months ആയിട്ടുണ്ട്. സോ ആ സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റിയിൽ വന്നതിന് ശേഷം എക്സാമുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഇവിടെ എഴുതിയോണ്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുന്നേ യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല 10th സ്റ്റാൻഡേർഡിൽ? 10th സ്റ്റാൻഡേർഡിലൂടെ യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ എഴുതിയിരുന്നു. ഓക്കെ, അതിൽ എന്താണ് സ്കോർ വന്നത്? എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ സ്കോളർഷിപ്പോട് കൂടിയാണ്? അതായത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടാലൻറ്റ് സെർച്ച് എക്സാമിൽ ഏപ്രിൽ മാസത്തിലോ ഒക്ടോബറിലുള്ള? ഏപ്രിൽ മാസത്തിലെ സ്കോളർഷിപ്പ് എക്സാം എഴുതി ഫസ്റ്റ് പ്രൈസ് വാങ്ങി യൂണിവേഴ്സിറ്റിയിൽ ഫുൾ സ്കോളർഷിപ്പിലോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് നിരഞ്ജൻ. അപ്പോൾ ഓൾറെഡി 10th പല സ്കോളർഷിപ്പ് എക്സാമുകളും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ വന്നതിന് ശേഷം ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന എക്സാം എഴുതിയിട്ടുണ്ട്. സോ ആൻഡ് 10th സ്റ്റാൻഡേർഡിലൊക്കെ എത്ര ഉണ്ടായിരുന്നു 10th സ്റ്റാൻഡേർഡിലെ മാർക്ക്? 98.4%. CBSE പഠിച്ചിരുന്നത്? ഓക്കെ, സോ CBSE മാത്സ് ഒക്കെ എങ്ങനെയാണ്? നല്ല ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു? മാത്സിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയാണല്ലോ. ഓക്കെ, സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ താല്പര്യമുള്ള ഒരാളാണ്? ഞാനൊക്കെ ആക്ച്വലി 10th പഠിക്കുന്ന സമയത്ത് സോഷ്യൽ സ്റ്റഡീസ് ഭയങ്കര എങ്ങനെയെങ്കിലും കണ്ട് രക്ഷപ്പെട്ടു പോവാന്നുള്ളതല്ലാതെ കുറെ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഓക്കെ, സ്റ്റിൽ ഈ പറയുന്ന ടാലൻറ്റ് സെർച്ച് എക്സാമിന് വേണ്ടിയിട്ട് സോഷ്യൽ സ്റ്റഡീസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റി? ഇതിന് വേണ്ടി ഇപ്പോൾ PM ഫൗണ്ടേഷന്റെ ടാലൻറ്റ് സെർച്ചിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേക പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടെന്ന്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ? അതിനുള്ള ഇതൊന്നും കിട്ടിയില്ല. ഞാൻ തലേദിവസമാണ് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എക്സാം ഉള്ളതോ? അല്ല, അപ്ലൈ ചെയ്യുന്നതോ? അല്ല, എക്സാമിനെ പറ്റി എന്നോട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്ലൈ ആയപ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞു നാളെ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ടൈം ഒന്നും കിട്ടിയില്ല. പക്ഷെ പിന്നെ 10th ഉണ്ടായിരുന്നു വെച്ച് എഴുതിയോണ്ട് കുഴപ്പമില്ലായിരുന്നു. അതേ സിലബസ് ആയതുകൊണ്ട് അതിലുള്ള ക്വസ്റ്റ്യൻസും ഔട്ട് ഓഫ് സിലബസ് അങ്ങനത്തെ GK ഒക്കെ കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പത്രം വായിക്കുന്ന ശീലമുണ്ടോ? കുറച്ച് അന്നൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ പത്രം വായിക്കുന്ന ശീലമുണ്ട്, ഇപ്പൊ കുറച്ച് കുറഞ്ഞുണ്ടാവും. ഇപ്പോൾ എക്സാം എഴുതാനും പഠിക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ പത്രം വായിക്കുന്ന ശീലം ഉണ്ടാകുമ്പോൾ GK ഒരു വിധം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഏതായാലും PM ഫൗണ്ടേഷന്റെ ടാലൻറ്റ് സെർച്ച് എക്സാമിന് അടിപൊളി മാർക്ക് വാങ്ങാനും ഫസ്റ്റ് പ്രൈസ് വാങ്ങാനും സാധിച്ചു. ഇപ്പോൾ കറന്റ് നിരഞ്ജന്റെ ടാർഗറ്റ് എന്താണ്? ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി ഞാനിവിടെ J1 പഠിക്കാനുള്ള. അപ്പൊ അതിന്റെ എനിക്ക് നീറ്റിൽ എന്തായാലും 700 above മാർക്ക് കിട്ടാൻ തന്നെ പ്ലാൻ ഉണ്ട്. ഫസ്റ്റ് ചാൻസ് തന്നെ വാങ്ങിക്കണം എന്നുള്ള രീതിയിലാണ്. അതിനനുസരിച്ചൊക്കെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല എനിക്ക് കഴിവിന്റെ പരമാവധി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എക്സാം ഇവിടെ സ്ഥിര എക്സാം ഒക്കെ നടക്കുന്നതുകൊണ്ട് സിലബസ് പഠിച്ചു തീരുന്നുണ്ട്. അതിനനുസരിച്ച് പോകുന്നുണ്ട്. എക്സാമിനനുസരിച്ച് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുവിധം ആയല്ലോ? ചാപ്റ്റേഴ്സ് ഒരുവിധം കഴിയാറായുണ്ട്.
+1 ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി. ഓക്കെ. ബോർഡ് എക്സാം ഇപ്പൊ ക്രിസ്മസ് എക്സാം നടക്കുന്ന സമയമല്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസ് എക്സാം കുഴപ്പമില്ല. ഒരു പ്ലസ് ഇവിടെ പഠിപ്പിക്കണേനെക്കാട്ടിയും അത്രയ്ക്ക് ഇല്ലായിരുന്നു. അതുണ്ടാവില്ല, സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു റേഞ്ചിൽ എന്തായാലും വരില്ല. മാത്സിന്റെ ഫിസിക്സിന്റെ ഒക്കെ എക്സാം +2കാർക്കൊക്കെ ഫിസിക്സ് അല്ല, ഐ തിങ്ക് മാത്സും കെമിസ്ട്രി ആയിരുന്നു തോന്നുന്നുണ്ട്. മാത്സ് ഇവിടെയും കുറച്ച് ടഫായിരുന്നു. 11th നിനക്ക് ടഫായിട്ട് തോന്നിയാ? കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് അതായത് tough ആയിരുന്നു. നമ്മൾ ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കുന്ന ലെവലിനേക്കാളും ഇച്ചിരി ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സ്കോർ ചെയ്യാൻ പ്രയാസം ഇതിനെക്കാട്ടിയും അല്ല, ബോർഡ് എക്സാമിനായിട്ട് നോക്കിയതിനെക്കാട്ടിയും കുറച്ചും കൂടെ വന്നു. അത് ബോർഡ് എക്സാം ആണല്ലോ എന്ന് വിചാരിച്ച് അത്രയൊന്നും നോക്കാണ്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു. മാർക്കൊക്കെ ഉണ്ടാവും, അതിനൊന്നും ഉണ്ടാവും. ഓക്കെ. സോ അതൊക്കെ നമുക്ക് റിസൾട്ട് വരുമ്പോൾ നോക്കാം. ഏതായാലും ഫസ്റ്റ് ചാൻസിൽ 700 എബവ് നീറ്റിന് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് നിരഞ്ജൻ ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ. സോ ഏതായാലും നിരഞ്ജൻ ഫസ്റ്റ് പ്രൈസ് PM ഫൗണ്ടേഷന്റെ ടാലന്റ് സെർച്ച് എക്സാമിൽ വാങ്ങിയതിന് നിരഞ്ജന് കൺഗ്രാറ്റുലേഷൻസ് പറയുന്നതോടുകൂടി നിരഞ്ജന്റെ 700 എബവ് വാങ്ങണം എന്ന് പറയുന്ന ആ ഒരു ഉദ്ദേശത്തിൽ ഓൾ ദി ബെസ്റ്റും പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.